ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൊഡ്യൂൾ 1 ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, CET 455. മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടോക്സിക് മെറ്റീരിയൽസ്, ടോക്സിക്കോളജി, ഹെവി മെറ്റൽസ്, കാർസിനോജൻസ് എന്ന ഈ സെക്ഷൻ എന്നാണ്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിൽ എല്ലാത്തിലും റിക്കറിംഗ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പം റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ടോക്സിക് മെറ്റീരിയൽസ് ആൻഡ് സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ വർക്ക്, ടോക്സിക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു 14 മാർക്കിന് 2 കൂടിയും. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കണ്ടക്ടിങ് ടോക്സിക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ആസ് ഫോർ 7 മാർക്സ്. ഡിഫൈൻ ടോക്സിസിറ്റി ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്സിസിറ്റി ആസ് ഫോർ 6 മാർക്സ്. അപ്പം നമ്മൾ പിന്നെ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ടോക്സിക് മെറ്റീരിയൽസ് ആൻഡ് ടോക്സിക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആസ് ഫോർ 40 മാർക്സ്. അപ്പോൾ ഇതെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ ടോക്സിക് മെറ്റീരിയൽസ് ആൻഡ് ടോക്സിക്കോളജി മൊത്തം പഠിക്കാൻ പോകും. അപ്പോൾ ഇതിൽ ഏത് ക്വസ്റ്റൻ ചോദിച്ചാലും ആൻസർ എഴുതി മാർക്ക് ഇട്ടാളുണ്ട്. First one, toxic materials and substances at work. What are toxic materials? Toxic materials are chemicals that can cause injuries, illnesses, or death when inhaled, swallowed, or absorbed into the skin. Common types of toxic substances എന്തൊക്കെയാണ്? ആദ്യം toxic chemicals. Toxic chemicals harm the body system. Example is carbon monoxide, benzene. Okay, it affects organ and damages them. കൊറോസീവ്സ് ആണ് അടുത്ത ടോക്സിക് സബ്സ്റ്റൻസ്. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ടിഷ്യൂസ് അല്ലേ. നമ്മൾ കൊറോസീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലൈസ്, സൾഫ്യൂരിക് ആസിഡ് എല്ലാം പറയില്ലേ. അപ്പോൾ സ്ട്രോങ് ആസിഡ്സ് ആൽക്കലൈസ് ആണ്. ഇറ്റ് ക്യാൻ കോസ് ബേൺസ്. ഇറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഐനെ ഇറിറ്റേറ്റ് ചെയ്യും, സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഇറ്റ് ഇൻഫ്ലെയിം ദ സ്കിൻസ് ആൻഡ് ഐസ്. കണ്ട. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താ, അമോണിയ ഒരു പഞ്ചൻറ്റ് സ്മെല്ല് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഇറ്റ് ഇറിറ്റേറ്റ്സ് അല്ലേ അവർ. പിന്നെ അത് കാരണം റെഡ്നെസ്, കഫിങ് ഒക്കെ ഉണ്ടാവും. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസസ് ക്യാൻസർ. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആസ്ബസ്റ്റോസ് ആണ്. ആസ്ബസ്റ്റോസിനെ കുറിച്ച് നമ്മൾ പറയും. ആസ്ബസ്റ്റോസ് ഉണ്ടാക്കുന്നതാണ് ആസ്ബസ്റ്റോസിസ് എന്ന് പറയുന്നത്. കാരണം ഈ ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ഈ ഫൈൻ ഗ്രെയിൻ ഇത് നമ്മളെ ബോഡിയിലോട്ട് വന്നിട്ട് ട്യൂമേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മ്യൂട്ടജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മ്യൂട്ടേറ്റ്സ് അല്ലേ, ഡാമേജ് ദ DNA ആൻഡ് മ്യൂട്ടേറ്റ്സ് അവർ സെൽസ്. ഇറ്റ് ഈസ് കോസ് എക്സാമ്പിൾ എന്താ, റേഡിയേഷൻ, എഫക്ട്സ് ഓൺ ഹ്യൂമൻസ്, ജെനറ്റിക് ഡിഫക്ട്സ്, മ്യൂട്ടേഷൻ സംഭവിച്ച ജെനറ്റിക് ഡിഫക്ട്സ് ഉണ്ടാവും അല്ലേ. പിന്നെ ടെററ്റോജൻസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻറ്റ് ലേഡീസ് എല്ലാം കാണുന്നതാണ്, നമ്മളെ ഫീറ്റസിനെയാണ് ഹാം ചെയ്യാൻ പോകുന്നത്. ലെഡ്, മെർക്കറി അങ്ങനത്തെ സാധനങ്ങളെല്ലാം പ്രഗ്നൻറ്റ് ലേഡി വെൻ ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട്, ദീസ് ആർ ടെററ്റോജൻസ് ആൻഡ് ദസ് ഹാംസ് ദ ഫീറ്റസ്. ബർത്ത് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാവും അത് കാരണം ഫീറ്റസിന്. റൂട്ട്സ് ഓഫ് എൻട്രി ഓഫ് ടോക്സിക് മെറ്റീരിയൽസ്. എങ്ങനെയൊക്കെയാണ് ടോക്സിക് മെറ്റീരിയൽ നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്? ഇൻഹലേഷൻ, സ്കിൻ അബ്സോർപ്ഷൻ, ഇഞ്ചക്ഷൻ ആൻഡ് ഇഞ്ചക്ഷൻ. ഇൻഹലേഷൻ എങ്ങനെ, ബ്രീത്തിങ്, ഡസ്റ്റ്, വേപ്പേഴ്സ്, ഗ്യാസസ്. സ്കിൻ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽസ് എൻറ്റേഴ്സ് ത്രൂ സ്കിൻ പോസ്. ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ് ആൻഡ് ഫുഡ് അല്ലേ. നമ്മൾ കണ്ടാമിനേറ്റഡ് ആയ കൈയും കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ടോക്സിക് മെറ്റീരിയൽ ഇൻജസ്റ്റ് ചെയ്യാണ്. ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ഷാർപ്പ് ഇഞ്ചറീസ് ഇഞ്ചക്റ്റിംഗ് ടോക്സിൻ. എഫക്ട്സ് ഓൺ ഹെൽത്തിൽ എങ്ങനെയാണ് ടോക്സിക് മെറ്റീരിയൽസ് എഫക്റ്റ് എങ്ങനെയാണ്? ഇമ്മീഡിയറ്റ് ടോക്സിസിറ്റി അല്ലേ. ഇമ്മീഡിയറ്റ് ടോക്സിസിറ്റി ഉണ്ടാവും, ക്രോണിക് ടോക്സിസിറ്റി ഉണ്ടാവും. പെട്ടെന്നും അഫക്റ്റ് ചെയ്യാം, പിന്നെ മെല്ലെയും എഫക്റ്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ടോക്സിസിറ്റി എങ്ങനെയാണ്? ഡിസിനസ്, കൊളാപ്സ്, ബേൺസ് അപ്പം തന്നെ സംഭവിക്കും ഇത്. ക്രോണിക് ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ക്യാൻസർ മെല്ലെ റീപ്രൊഡ്യൂസ് ചെയ്യും. എന്താ, സെൽസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ആണ് നമുക്ക് ട്യൂമർ ഫോർമേഷൻ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. ഓർഗനെ ഡാമേജ് ചെയ്യുന്നത് മെല്ലെ ആയിരിക്കും. റീപ്രൊഡക്റ്റീവ് പ്രോബ്ലംസും കൊണ്ടുവരുന്നതും മെല്ലെ ആയിരിക്കും. ടോക്സിക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? A toxicological investigation is a scientific process of identifying toxic substances, measuring its exposure levels and studying the effects on human health. അപ്പം ചുരുക്കി പറഞ്ഞാൽ ടോക്സിക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ സ്റ്റഡി ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് അല്ലേ. ഇനി എന്തിനാണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ്? വൈ ഡു ഇൻഡസ്ട്രീസ് കണ്ടക്ട് toxicological investigation? It identifies hazardous chemicals present in the workplace. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഡിറ്റർമൈൻസ് സേഫ് എക്സ്പോഷർ ലിമിറ്റ്. ഓരോ ടോക്സിക് മെറ്റീരിയലിൻ്റെയും സേഫ് എക്സ്പോഷർ ലിമിറ്റ് എത്രയും നോക്കും. അതാണ് ഈ TLVയും STAലും. STL എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് ടേം എക്സ്പോഷർ ലിമിറ്റ്. ഷോർട്ട് ടേം എക്സ്പോഷർ ലിമിറ്റ് ഒരു ടോക്സിക് മെറ്റീരിയലിന് ഷോർട്ട് ടേം എക്സ്പോഷർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റാണ് ഒരു വർക്കറിനുള്ള എക്സ്പോഷർ. അതിൽ കൂടുതൽ ഒരു വർക്കർ എക്സ്പോസ് ആയി ഇരുന്നൂടാ. TLV എന്ന് പറഞ്ഞാലും ത്രെഷോൾഡ് ലിമിറ്റ് വാല്യൂ ആണ്. അത് രണ്ടും ലിമിറ്റാണ്. ടോക്സിക് മെറ്റീരിയലിൽ എത്രത്തോളം എക്സ്പോഷർ ലിമിറ്റാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഹെൽപ്സ് പ്രിവെൻറ്റ് പോയ്സണിങ് ആൻഡ് ക്രോണിക് ഡിസീസസ്. അതിനാണ് ഈ ലിമിറ്റ് വെച്ചേക്കണത് അല്ലേ. ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് പോയ്സണിങ് ആൻഡ് ക്രോണിക് ഡിസീസസ് എമംഗ് വർക്കേഴ്സ്. Supports accident analysis,
after chemical spills or deaths. It ensures compliance with the safety laws and regulatory standards. It guides പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് സെലക്ഷൻ. ഏത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഏതൊക്കെ ടോക്സിൻസ് പ്രസൻറ്റ് ആയിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇറ്റ് ഇംപ്രൂവ്സ് കെമിക്കൽ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് അല്ലേ. അതറിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് എങ്ങനെ ചെയ്യണം, ഹാൻഡ്ലിംഗ് എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവുള്ളൂ ഓരോ ടോക്സിൻസിന്. ഇനി ടൈപ്സ് ഓഫ് ടോക്സിസിറ്റി. ടോക്സിസിറ്റീൻ്റെ ടൈപ്പ് നോക്കുകയാണെങ്കിൽ അക്യൂട്ട് ടോക്സിസിറ്റി ഉണ്ട്, ക്രോണിക് ടോക്സിസിറ്റി ഉണ്ട്, ലോക്കൽ ടോക്സിസിറ്റി ഉണ്ട്, സിസ്റ്റമിക് ടോക്സിസിറ്റി ഉണ്ട്. ലോക്കൽ ടോക്സിസിറ്റി ഉണ്ട്, സിസ്റ്റമിക് ടോക്സിസിറ്റി ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി ഉണ്ട്. ഓക്കെ, അക്യൂട്ടായിട്ട് എങ്ങനെയാണ് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ദ എബിലിറ്റി ടു കോസ് ഇൽനെസ് ആണ്. ഓക്കെ, അപ്പോൾ അക്യൂട്ട് ടോക്സിസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഹാംഫുൾ എഫക്ട്സ് അപ്പിയർ വിത്തിൻ മിനിറ്റ്സ് ഓർ അവേഴ്സ് ഓഫ് എക്സ്പോഷർ. ഓക്കെ, അപ്പോൾ അക്യൂട്ട് ടോക്സിസിറ്റി ഭയങ്കര ഡേഞ്ചറാണ്. ഇറ്റ് ഹാംഫുൾ എഫക്ട്സ് അപ്പിയേഴ്സ് വിത്തിൻ മിനിറ്റ്സ് ഓർ അവേഴ്സ് ഓഫ് എക്സ്പോഷർ. ക്രോണിക് ടോക്സിസിറ്റി ആണെങ്കിൽ മെല്ലെ വരുന്നുള്ളൂ. ഹെൽത്ത് എഫക്ട്സ് അപ്പിയർ ആഫ്റ്റർ ലോങ് ടേം റിപ്പീറ്റഡ് എക്സ്പോഷർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ക്യാൻസറെല്ലാം മെല്ലെ വരുള്ളൂ, ഓർഗൻ ഡാമേജും മെല്ലെ വരുള്ളൂ. ലോക്കൽ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് മാത്രം, ലോക്കലൈസ്ഡ് ആയിരിക്കും, ഒരിടത്ത് മാത്രമായിരിക്കും നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നത്. എഫക്ട്സ് ഓൺലി ദ പാർട്ട് ഓഫ് ദ ബോഡി എക്സ്പോസ്ഡ്. ഇപ്പോൾ സ്കിൻ ആണെങ്കിൽ സ്കിന്ന്, ഐ ആണെങ്കിൽ ഐ. സിസ്റ്റമിക് ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ കെമിക്കൽ ട്രാവൽസ് ത്രൂ ദ ബ്ലഡ് ആൻഡ് ഡാമേജ് ദ ഓർഗൻ. അപ്പം നമ്മൾ ആ സിസ്റ്റം ബ്ലഡിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കൂടെ ആയിരിക്കും ആ ടോക്സിൻ ട്രാവൽ ചെയ്യുക. എന്നിട്ട് എല്ലായിടത്തും ഡാമേജ് ചെയ്യും. ഓരോ സ്ഥലത്തിരിക്കുന്ന ഓർഗനിലോട്ടും ബ്ലഡിൽ കൂടെ പോയി ഡാമേജ് ചെയ്യും. റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, അഫക്ട്സ് ദ ഫെർട്ടിലിറ്റി ആൻഡ് ഓർ ഫീറ്റസ് ഡെവലപ്മെൻറ്റ്. ഹെവി മെറ്റൽ ടോക്സിസിറ്റിനെ കുറിച്ച് ചോദിച്ചേക്കണം എന്താ? റൈറ്റ് നോട്ട് ഓൺ ടോക്സിസിറ്റി ബൈ എനി ടു ഹെവി മെറ്റൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 7 മാർക്കിന്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എ കേസ് സ്റ്റഡി ഓഫ് ടോക്സിസിറ്റി ഡ്യൂ ടു എനി ഹെവി മെറ്റൽ. 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഇതിന് രണ്ട് നമുക്ക് ഒറ്റൊരു ആൻസർ ആക്കി എടുക്കാം കേട്ടോ, ടോക്സിസിറ്റി ഓഫ് എനി ടു ഹെവി മെറ്റൽസ്. അപ്പം ആൻസർ എന്താ? ആദ്യം നമുക്ക് ലെഡും മെർക്കുറിനെയും കുറിച്ചും പറയാം. ലെഡ് എന്ന് പറഞ്ഞാൽ PB ആണ്. BBയും മെർക്കുറിനെയും കുറിച്ചും പറയാം. ലെഡ് ടോക്സിസിറ്റി, അത് എങ്ങനെയാണ് ലെഡ് ടോക്സിസിറ്റി? അതിൻ്റെ റൂട്ട് എങ്ങനെ വരുന്നത്? ലെഡ് എൻറ്റേഴ്സ് ദ ബോഡി മെയിൻലി ത്രൂ ഇൻഹലേഷൻ ഓഫ് ഫ്യൂംസ് ആൻഡ് ഇഞ്ചക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഡസ്റ്റ്. അപ്പോൾ ഫ്യൂംസ്, ഡസ്റ്റ്, അങ്ങനെ അതിൻ്റെ ഇൻഹലേഷനും ഇഞ്ചക്ഷനൊക്കെ കാരണമാണ് നമുക്ക് ലെഡ് കയറി വരുന്നത്. ഇൻ ദ ബാറ്ററി മാനുഫാക്ചറിങ് പ്ലാന്റ്സ്, പെയിൻറ്റ് ഇൻഡസ്ട്രി, വെൽഡിങ്, സ്മെൽറ്റിങ്, പ്ലംബിംഗ് വർക്ക്, ഇവിടെ നിന്നൊക്കെയാണ് ലെഡ് കിട്ടുന്നത്. അത് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഹേൽ ചെയ്യും. എഫക്ട്സ് ഓൺ ബോഡി, ഇറ്റ് കോസസ് അനീമിയ by reducing hemoglobin production. Very important. ഹീമോഗ്ലോബിൻ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ കുറേ പേര് അനീമിക് ആയിരിക്കും അല്ലേ. അനീമിക് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവായതുകൊണ്ടാണ് അനീമിക്കാണെന്ന് പറയുന്നത്. ഓക്കെ, ബൈ റെഡ്യൂസിങ് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ. നെർവ് ഡാമേജ് ലെഡ് ഉണ്ടാക്കും, ലീഡിങ് ടു വീക്ക്നെസ് ആൻഡ് നംനെസ് ആൻഡ് കിഡ്നി ഫെയിലിയർ ഡ്യൂ ടു ലോങ് ടേം അക്യുമുലേഷൻ. ഈ ലെഡ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം കിഡ്നീൻ്റെ പ്രവർത്തനം നിലച്ചു പോകും. എഫക്ട്സ് ഓൺ ബോഡി നമ്മൾ പറഞ്ഞു. എഫക്ട്സ് ഓൺ ചിൽഡ്രൻ എങ്ങനെയാണ്? ഈവൻ സ്മോൾ എമൗണ്ട് ഓഫ് ലെഡ് ലീഡ്സ് ടു ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ. reduced IQ, behavioral issues and slow growth, making it one of the most dangerous metals for young workers and children. Long term damage ആണെങ്കിൽ chronic exposure results in memory loss, infertility, hypertension and digestive issue. അപ്പോൾ ലോങ് ടേം ഡാമേജ് പറഞ്ഞിട്ടുണ്ട്. എഫക്ട്സ് ഓൺ ഹ്യൂമൻസ്, എഫക്റ്റ് ഓൺ ചിൽഡ്രൻ ആൻഡ് എങ്ങനെയാണ് ലെഡ് കയറി വരുന്നതെന്ന്. മെർക്കുറി ടോക്സിസിറ്റിയാണ് അടുത്തത് എങ്ങനെയാണ് കയറി വരുന്നത്? മെർക്കുറി എക്സ്പോഷർ ഒക്കേഴ്സ് മെയിൻലി ബൈ ഇൻഹേലിംഗ് മെർക്കുറി വേപ്പേഴ്സ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തെർമോമീറ്ററിൽ മെർക്കുറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തെർമോമീറ്റർ ഫാക്ടറീസ്, ഫ്ലൂറസൻ ലാമ്പിൽ മെർക്കുറി ഉണ്ടല്ലോ, ഫ്ലൂറസൻ ലാമ്പ് പ്രൊഡക്ഷൻ, ഗോൾഡ് മൈനിങ്ങിൻ്റെ അവിടെ മെർക്കുറി ഉണ്ട്, കെമിക്കൽ ഇൻഡസ്ട്രീസിലും മെർക്കുറി ഉണ്ട്. ന്യൂറോളജിക്കൽ എഫക്റ്റ്, ഇറ്റ് കോസസ് ട്രെമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെംബ്ലിങ് അല്ലെങ്കിൽ ഷെയ്ക്കിങ്, അതിനൊക്കെയാണ് ട്രെമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഷെയ്ക്കും ട്രെംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആണ്, നമ്മളെ പോലെ അറിയാതെ ഒന്ന് പെട്ടെന്ന് ഷെയ്ക്ക് ആവില്ലേ, ഇതാണ് മെർക്കുറി ടോക്സിസിറ്റി കാരണം ഉണ്ടാവും. ഇറിറ്റബിലിറ്റി, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ആൻഡ് മെമ്മറി ലോസ് ഡ്യൂ ടു ഇറ്റ് സ്ട്രോങ് എഫക്ട്സ് ഓൺ ദ ബ്രെയിൻ ആൻഡ് നെർവ്സ്. കണ്ട, മെർക്കുറി നേരെ പോയി ആരെയും എഫക്ട് ചെയ്യുന്നത്? ബ്രെയിനിനെയും നെർവിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓർഗൻ ഡാമേജ്, മെർക്കുറി എഫക്ട്സ് ദ കിഡ്നീസ്, വീക്കൺസ് മസിൽസ് ആൻഡ് ഡാമേജസ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. നേരെ പോയി നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആരായിട്ടാണ് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബ്രെയിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പ്രഗ്നൻസി റിസ്ക്. ഈ മെർക്കുറി ടോക്സിസിറ്റി, ഹെവി മെറ്റലിൻ്റെ ടോക്സിസിറ്റി പറയുകയാണെങ്കിൽ മെർക്കുറി ടോക്സിസിറ്റി പറഞ്ഞാൽ മതി കേട്ടോ, കാരണം അതിനൊരു സ്പെഷ്യൽ പോയിന്റ് ഉണ്ട് ഞാൻ പറഞ്ഞത്. ഇനി പ്രഗ്നൻസി റിസ്ക്. ഇൻ പ്രഗ്നൻറ്റ് വുമൻ ഇറ്റ് കോസസ് ഫീറ്റൽ അബ്നോർമാലിറ്റീസ്. ഓക്കെ, ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, ആൻഡ് ഡെവലപ്മെൻറ്റൽ ഡിലേയ്സ് ഇൻ ഇൻഫൻറ്റ്സ്. ഓക്കെ,
ഇഫ് ആസ് ഫോർ കേസ് സ്റ്റഡി, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നല്ലോ, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ കേസ് സ്റ്റഡി ഓഫ് ടോക്സിസിറ്റി ഡ്യൂ ടു എനി ഹെവി മെറ്റൽ. അപ്പോൾ നമ്മൾ ലെഡിനെ കുറിച്ചും പഠിച്ചു, മെർക്കുറിനെ കുറിച്ചും പഠിച്ചു. അതിൽ മെർക്കുറി മെർക്കുറിൻ്റെ ടോക്സിസിറ്റി കാരണം ഉണ്ടായ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞുതരാം. ഇഫ് ആസ് ഫോർ കേസ് സ്റ്റഡി ടോക്ക് അബൌട്ട് ദ മിനിമാറ്റ ഡിസീസ്. അപ്പോൾ മിനിമാറ്റ എന്ന് പറഞ്ഞൊരു ബേ ഉണ്ട് കേട്ടോ, ജപ്പാനിൽ മിനിമാറ്റ എന്ന് പറഞ്ഞൊരു ബേ ഉണ്ട്. അപ്പോൾ അതിലോട്ട് എന്താ സംഭവിച്ചത്, നമ്മൾ മെർക്കുറി കുറേ, നമ്മളല്ല ജപ്പാൻകാർ മെർക്കുറി കുറേ ഡംപ് ചെയ്തു. ഇതെന്താ സംഭവിച്ചത്, അവിടെയുള്ള സീ ഫുഡിനെ മൊത്തം എഫക്റ്റ് ചെയ്യും. അത് അവിടെയുള്ള ഫിഷിനെ മൊത്തം എഫക്റ്റ് ചെയ്തു. അവിടെയുള്ള ഫിഷിനെ മൊത്തം എഫക്റ്റ് ചെയ്തിട്ട് ആ ഫിഷ് നമുക്ക് സീ ഫുഡായി കിട്ടിയപ്പോൾ അതിന് നമ്മൾ കഴിച്ചപ്പോൾ തൗസൻഡ് സഫേർഡ് ഫ്രം ബ്രെയിൻ ഡാമേജ്, പാരാലിസിസ്, ബർത്ത് ഡിഫക്ട്സ്. ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഇൻഡസ്ട്രിയൽ മെർക്കുറി പോയിസണിങ്. ഓക്കെ, അപ്പം നമ്മൾ മറ്റേ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ല ഇന്ത്യയിൽ പറയുന്ന പോലെ ജപ്പാനിൽ ഭയങ്കര പേര് കേട്ട ഒരു ഡിസീസാണ് മിനിമാറ്റ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, കാർസിനോജൻസ് പറഞ്ഞാൽ എന്താ, ക്യാൻസർ, സംതിങ് ദാറ്റ് കോസസ് ക്യാൻസർ അല്ലേ. കാർസിനോജൻസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് കോസസ് ക്യാൻസർ ഇൻ ഹ്യൂമൻസ് ഓർ അനിമൽസ്. ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ അബൌട്ട് കാർസിനോജൻസ് 10 മാർക്കിന്. ദേ ഓൾട്ടർ ദ DNA ആൻഡ് കോസ് അൺകൺട്രോൾഡ് സെൽ ഗ്രോത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഇല്ലാണ്ടാവുമ്പോഴാണ് ഈ അൺകൺട്രോളബിൾ ആയിട്ട് ഇങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ടൈപ്സ് ഓഫ് കാർസിനോജൻസ്, കെമിക്കൽ കാർസിനോജൻസ് ഉണ്ട്, ബെൻസീൻ, ആസ്ബസ്റ്റോസ്. ഫിസിക്കൽ കാർസിനോജൻ എന്ന് പറയുമ്പോൾ റേഡിയേഷൻ അഫക്റ്റ് ചെയ്ത നമ്മളെ ഡി എൻ എയിൽ വന്ന് ഡാമേജ് ആക്കി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കും എന്ന് പറഞ്ഞില്ലേ. പിന്നെ ബയോളജിക്കൽ HBV വൈറസ്. ഓക്കെ, റൂട്ട്സ് ഓഫ് എൻട്രി, എങ്ങനെയാണ് കാർസിനോജൻസ് കയറുന്നത്, ഇൻഹലേഷൻ ഓഫ് ഫൈബേഴ്സ്, നമ്മളെ സിലിക്ക ഫൈബേഴ്സ് കാരണം സിലിക്കോസിസ് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ കാർസിനോജൻസിൻ്റെ എക്സാമ്പിൾസിൽ പറഞ്ഞു. പിന്നെ ഇഞ്ചക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് സ്കിൻ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ റേഡിയേഷൻ കാരണം സ്കിൻ അബ്സോർപ്ഷൻ വന്നിട്ട് അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കാം. എഫക്ട്സ് എന്ന് പറയുമ്പോൾ ലങ് ക്യാൻസർ, മീസോത്തീലിയോമ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ മീസോത്തീലിയോമ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബയോളജി സ്റ്റുഡൻസിന് അറിയായിരിക്കും. ഇന്നർ ലൈനിങ് അതാണ് തീലിയോമ, എപ്പിത്തീലിയൽ ടിഷ്യൂ, ഇതൊക്കെ നമ്മുടെ സ്കിൻ ടിഷ്യൂസാണ്. അപ്പോൾ മീസോത്തീലിയോമ എന്ന് പറയുമ്പോൾ മീസോത്തീലിയലിൽ സംഭവിക്കുന്നത്, അതായത് ഇന്നർ ലൈനിങ് ഓഫ് ദ ഇൻറ്റസ്റ്റൈനിലുള്ള ടിഷ്യൂവിൽ അൺകൺട്രോൾഡ് ഗ്രോത്ത് വന്നാൽ അതിനാണ് നമ്മൾ മീസോത്തീലിയോമ എന്ന് പറയുന്നത്. ഇൻറ്റസ്റ്റൈനിലെ ഇന്നർ ലൈനിങ് ആണ്. പിന്നെ ബ്ലാഡർ ക്യാൻസർ, ലുക്കീമിയ, അതൊക്കെ ഓരോരോ ക്യാൻസറാണ് കേട്ടോ. പിന്നെ വർക്ക് പ്ലേസ് സോഴ്സസ് എന്ന് പറയുമ്പോൾ വെൽഡിംഗ് ഫ്യൂംസിന് ക്യാൻസർ കിട്ടും. ആസ്ബസ്റ്റോസിസ്, ഓക്കെ, ദാറ്റ് ക്യാൻ കോസ് ക്യാൻസർ. കെമിക്കൽ പ്ലാന്റ്സ്, കൺട്രോൾസ് എന്താ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, വെന്റിലേഷൻ, PPE. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും റീപ്ലേസ് ചെയ്ത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കുക. വെന്റിലേഷൻ, ഡസ്റ്റ് ഒന്നും ഒരുമിച്ച് നിൽക്കാതെ പോകാൻ വേണ്ടിയിട്ട്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുക, ഡസ്റ്റ് ഒന്ന് ഇൻഹേൽ ചെയ്യാനും ഇൻജസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. റെഗുലർ ഹെൽത്ത് മോണിറ്ററിങ്. സേഫ് എക്സ്പോഷർ ലിമിറ്റ്സ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഇംപ്ലിമെൻറ്റഡ്. നമ്മളിവിടെ ഡസ്റ്റും ഫ്യൂംസിനൊക്കെ കുറിച്ചാണ് പറയുന്നത്, അപ്പം ടോക്സിക് മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ സേഫ് എക്സ്പോഷർ ലിമിറ്റ് എന്ന് വീണ്ടും എടുത്ത് പറയുന്നത്. കാർസിനോജൻസ് റിക്വയർ സ്പെഷ്യൽ ലേബലിംഗ്. ഓക്കെ, ഡേഞ്ചർ, ക്യാൻസർ, ഹസാർഡ് എന്ന് അത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, മറ്റേ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് ഡേഞ്ചർ ആണെന്നല്ല ടോക്സിക് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ലോങ് ടേം മോണിറ്ററിംഗ് ഇസ് മാൻഡറ്ററി ഫോർ എക്സ്പോസ്ഡ് വർക്ക്. ഈ എപ്പോഴും ഈ ഡസ്റ്റും ഫ്യൂംസായിട്ട് ഡസ്റ്റായിട്ട് ടോക്സിക് മെറ്റീരിയൽസ് ആയിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലോങ് ടേം മോണിറ്ററിംഗ് ഈസ് വെരി മച്ച് നെസസറി. കാരണം നമ്മൾ ക്രോണിക് ഡിസീസസിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് പിന്നീടായിരിക്കും ഉണ്ടാകുന്നത്, പക്ഷെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഫേറ്റലായിരിക്കും. ഗ്രൂപ്പ് 2 ഒക്കുപേഷണൽ ഡിസീസാണ്, അതായത് വർക്ക് പ്ലേസിൽ വരുന്ന ഡിസീസസ് എന്തൊക്കെയാണ്, ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്, MSD ആൻഡ് ഹിയറിംഗ് ലോസ്. ഓക്കെ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞാൽ ലങ് ഡിസീസാണ് അല്ലേ. ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞാൽ ലങ് ഡിസീസാണ്, ലങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സിലിക്കോസിസും ലങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ആസ്ബസ്റ്റോസിസും ലങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ന്യൂമോകോണിയോസിസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സെറ്റ് 1 ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്. എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലെയിൻ കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് ന്യൂമോകോണിയോസിസ് ആൻഡ് ആസ്ബസ്റ്റോസിസ്. 10 മാർക്കിന് ചോദിച്ചത്. ഷോർട്ട് നോട്ട് ഓൺ ആസ്ബസ്റ്റോസിസ് ആൻഡ് ന്യൂമോകോണിയോസിസ് വീണ്ടും 7 മാർക്കിന് ചോദിച്ചേക്കുന്നത്. സെയിം സാധനം തന്നെ അല്ലേ, 7 മാർക്കിനും 10 മാർക്കിനും ചോദിച്ചത്. ഷോർട്ട് നോട്ട് ഓൺ സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്, ന്യൂമോകോണിയോസിസ്, MSDs. ഇതിൽ കുറേ ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിന്. എക്സ്പ്ലെയിൻ ഒക്കുപേഷണൽ ഡിസീസസ്, സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്, ന്യൂമോകോണിയോസിസ് 14 മാർക്കിന്. അപ്പം എക്സ്പ്ലെയിൻ ഒക്കുപേഷണൽ റിലേറ്റഡ് ഡിസീസസ് 14 മാർക്കിന്. ഇപ്പോൾ മനസ്സിലായല്ലോ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇനി ഒക്കുപേഷണൽ ലങ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യൂമോകോണിയോസിസ് ആദ്യം. ഇറ്റ് ഈസ് എ ക്രോണിക് ലങ് ഡിസീസ്. ഞാൻ പറഞ്ഞില്ലേ, കോസ്ഡ് ബൈ ഇൻഹലേഷൻ ഓഫ് മിനറൽ ഡസ്റ്റ് പാർട്ടിക്കിൾ കാരണമാണ് എന്ത് വരുന്നത്, ഈ ലങ് ഡിസീസ് അഥവാ ന്യൂമോകോണിയോസിസ് വരുന്നത്. ന്യൂമോകോണിയോസിസ് ഇസ് എ കോമൺ ലങ് ഡിസീസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഇൻഹലേഷൻ ഓഫ് മിനറൽ ഡസ്റ്റ് ലൈക്ക് കോൾ, സിലിക്ക, ആസ്ബസ്റ്റോസ്. അയ്യോ,
സിലിക്ക ഡസ്റ്റ് വന്നാലും ന്യൂമോകോണിയോസിസ് എന്ന് പറയുക. ആസ്ബസ്റ്റോസിസ് ആസ്ബസ്റ്റോസ് പാർട്ടിക്കിൾ നമ്മൾ ഇൻഹേൽ ചെയ്താലും ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞാൽ ന്യൂമോകോണിയോസിസ് എന്നാണ് പറയുക. അപ്പോൾ പിന്നെ സിലിക്കോസിസ് ആസ്ബസ്റ്റോസിസ് എന്തിന്? അതാ പറഞ്ഞത്, ന്യൂമോകോണിയോസിസിൻ്റെ ഒരു സബ് ഡിവിഷനാണ് സത്യം പറഞ്ഞാൽ സിലിക്കോസിസും ആസ്ബസ്റ്റോസിസും. ഓക്കെ, ന്യൂമോകോണിയോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറിക് ടേം. അതായത് ഏതൊരു ഡസ്റ്റ് പാർട്ടിക്കിൾ കാരണം ലങ് ഡിസീസ് വന്നാൽ നമ്മൾ അതിനെ ന്യൂമോകോണിയോസിസ് എന്ന് പറയും. എന്നാൽ സിലിക്ക പാർട്ടിക്കിൾസ് കാരണമാണ്, അതിൽ സിലിക്ക ഡസ്റ്റ്, ഏതൊരു ഡസ്റ്റ് വന്നാലും ന്യൂമോകോണിയോസിസ്. സിലിക്ക ഡസ്റ്റ് കാരണമാണ് ലങ് ക്യാൻസർ ലങ് ഡിസീസ് വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും? സിലിക്കോസിസ്. ഇനി അഥവാ ആസ്ബസ്റ്റോസിസ് കാരണമാണ്, ആസ്ബസ്റ്റോസ് പാർട്ടിക്കിൾസ് ഡസ്റ്റ് കാരണമാണ് നമുക്ക് ലങ് ഡിസീസ് വന്നാൽ അതിന് നമ്മൾ എന്ത് പറയും? ആസ്ബസ്റ്റോസിസ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ ചിലപ്പം നമ്മൾ ഇംഗ്ലീഷിലെ ലോങ്ങസ്റ്റ് വേർഡ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷിലെ ലോങ്ങസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ന്യൂമോണോ അൾട്രോ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ് അല്ലേ? ന്യൂമോണോ അൾട്രോ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്. ഇത് നോക്കിയൊക്കെ, ന്യൂമോകോണിയോസിസ്. ഇതിനിടയിൽ ഒരു സിലിക്ക, ന്യൂമോണോ അൾട്രോ മൈക്രോസ്കോപ്പിക് സിലിക്ക എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഇത് സിലിക്കോസിസ് എന്നാണ് പറയുന്നത്. ഉമ്മാർ സിലിക്കോസിസിന് ഒരു ഫാൻസി പേര് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ സിലിക്കോസിസ് പറയുമ്പോൾ പറയാമെന്ന് ഞാൻ വിചാരിച്ചു, കുഴപ്പമില്ല. ഓക്കെ, ന്യൂമോകോണിയോസിസ് ഇസ് എ ക്രോണിക് ലങ് ഡിസീസ് കോസ്ഡ് ബൈ ഇൻഹലേഷൻ ഓഫ് മിനറൽ ഡസ്റ്റ് കോൾഡ് സിലിക്ക ആസ്ബസ്റ്റോസിസ്. ഇതിൻ്റെ കോസസ് എന്തൊക്കെ? ഇൻഹലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഡസ്റ്റ് ഫോർ ലോങ് പീരിയഡ്സ്. മൈനിങ്ങിൽ ഡസ്റ്റ് എന്തായാലും വരും, ഫൗണ്ടറിയിൽ വരും, കൺസ്ട്രക്ഷനിൽ വരും. ഓക്കെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ഇൻ ദ ലങ് ആൽവിയോളായി കോസിങ് ഇൻഫ്ലമേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇതെല്ലാം ലങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ലങ്ങിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ലങ് എന്താ? നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ മെയിൻ ഇതാണ് ലങ് അല്ലേ? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ നോക്കിയൊക്കെ ബ്രീത്ത് ചെയ്യും. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജനേറ്റഡ് എയർ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ പോകുന്നത്. പ്ലാന്റ്സ് ഗിവ് ഔട്ട് ഓക്സിജനേറ്റഡ് എയർ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ബ്രീത്ത്. നേരെ പോയി ലങ്സിൽ പോകും. ഓക്കെ, എന്നിട്ട് ലങ്സിൽ പോയിട്ട് ഈ ഓക്സിജനേറ്റഡ് ലെയർ നമ്മളെ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല സോറി ഓക്സിജനേറ്റഡ് എയർ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ എത്തണ്ടേ? ആരെടുത്ത്? ബ്ലഡിലെത്തണ്ടേ? ലങ്ങിന് ചുറ്റും ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ബ്ലഡ് വെസൽസിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലായിടത്തുനിന്നും ഇങ്ങനെ കൊണ്ടുപോയി ബ്ലഡ് വെസൽസ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവന് ഓക്സിജനേറ്റഡ് എയർ കൊണ്ടുവരുമ്പോൾ ഇവന്മാർ തമ്മിൽ ഡിഫ്യൂഷൻ ടേക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് വലിച്ച ഓക്സിജനേറ്റഡ് എയറിനെ ഇങ്ങോട്ട് അകത്തോട്ട് കൊടുക്കും. ഡീഓക്സിജനേറ്റഡ് എയർ നമ്മളെ ബ്ലഡിൽ നിന്നുള്ള ബാക്കിയുള്ള ഡീഓക്സിജനേറ്റഡ് എയർ നേരെ ലങ്ങിന് തിരിച്ച് ഡിഫ്യൂഷൻ കാരണം പുറത്ത് വിടുകയും ചെയ്യും. അതാണ് നമ്മൾ ബ്രീത്തിങ്, ഇൻഹേലിംഗ് ആൻഡ് എക്സേലിംഗ്. എക്സേലിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിഫ്യൂഷൻ സംഭവിച്ചിട്ട് ഡീഓക്സിജനേറ്റഡ് എയർ ആണ് നമ്മൾ പുറത്ത് വിടണം. മനസ്സിലായോ? അപ്പം ഈ ലങ്ങിനെ അഫക്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ഒരു ഫംഗ്ഷൻ പ്രോപ്പർലി നടക്കൂല. ക്രോണിക് ലങ് ഡിസീസ് കോസ് ബൈ ഇൻഹലേഷൻ ഓഫ് മിനറൽ ഡസ്റ്റ് നമ്മൾ പറഞ്ഞു. അപ്പം ഡസ്റ്റ് പാർട്ടിക്കൽസ് അക്യുമുലേറ്റ് ഇൻ ദ ആൽവിയോളായി കോസിങ് ഇൻഫ്ലമേഷൻ. അപ്പോൾ നമ്മൾ ആൽവിയോളായി ലങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോങ്കിയോൾസും ആൽവിയോളായി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ദി ലങ് ആണ്. ഇതിലാണ് നമ്മൾ ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ആൽവിയോളായി ഇൻഫ്ലെയിം ചെയ്ത പ്രോപ്പർ വർക്കിംഗ് നടക്കില്ല. കുറേ ആൽവിയോളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ലങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലങ് ആൽവിയോള ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു. അത് കാരണം പ്രോപ്പർ ഫംഗ്ഷനിങ് നടക്കില്ല. എഫക്ട്സ് ക്രോണിക് കഫ്, ബ്രെത്ത്ലെസ്നെസ് ആൻഡ് റെഡ്യൂസ് ലങ് കപ്പാസിറ്റി. ലങ് കപ്പാസിറ്റി കുറയും. ഫൈബ്രോസിസ് എന്ന് പറയുമ്പം പെർമനൻറ്റ് സ്കാറിങ് ലീഡിങ് ടു റെസ്പിറേറ്ററി ഫെയിലിയർ. അവസാനം റെസ്പിറേറ്ററി ഫെയിലിയർ തന്നെ ഉണ്ടാവാൻ വഴി ഉണ്ട്. ഇൻക്രീസ് റിസ്ക് ഓഫ് ട്യൂബർകുലോസിസ്. സിലിക്കോസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ വാക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് സിലിക്കോസിസ് ഇസ് എ പാർട്ട് ഓഫ് ന്യൂമോകോണിയോസിസ്. മീനിങ് എന്താ? ഇറ്റ് ഇസ് എ സിവിയർ ഫോം ഓഫ് ന്യൂമോകോണിയോസിസ്. കേട്ടോ, കോസ് ബൈ ഇൻഹേലിംഗ് ക്രിസ്റ്റലൈൻ സിലിക്ക ഡസ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ടാണ് അവർ പറഞ്ഞത്. ക്രിസ്റ്റലൈൻ സിലിക്ക ഡസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസീസ് വന്നാൽ, ലങ് ഡിസീസ് വന്നാൽ അതിനാണ് നമ്മൾ സിലിക്കോസിസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? സാൻഡ് ബ്ലാസ്റ്റിംഗ് സിലിക്ക ഡസ്റ്റ് എമർജ് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ കട്ടിങ്ങിനും സിലിക്ക ഡസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് ഇൻഡസ്ട്രിയിലും സിലിക്ക ഡസ്റ്റ് പ്രിഡോമിനൻ്റ് ആണ്. ഫൈൻ സിലിക്ക ഡസ്റ്റ് എൻറ്റേഴ്സ് ഇൻറ്റു ദ ലങ്സ് കോസിങ് ഇൻഫ്ലമേഷൻ. നേരത്തെ പറഞ്ഞ പോലെ അതേ സെയിം പ്രോസസ്സ് തന്നെ. ലങ്സിലുള്ള ആൽവിയോളായിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മളെ ഡിഫ്യൂഷൻ നടക്കില്ല, നേരെ പ്രോപ്പറായിട്ട് ഡിഫ്യൂഷൻ നടക്കില്ല. ഷാർപ്പ് ചെസ്റ്റ് പെയിൻ, ചെസ്റ്റിനൊക്കെ വേദന വരാൻ തുടങ്ങും. കാരണം എന്താ? നമ്മൾ അപ്പുറത്ത് ന്യൂമോകോണിയോസിസിൽ ക്രോണിക് കഫ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതുപോലെ ഇവിടെ ഷാർപ്പ് ചെസ്റ്റ് പെയിന്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, സിവിയർ കഫ്. കണ്ട, സെയിം തന്നെ. പെർമനൻറ്റ് ലങ് ഫൈബ്രോസിസ് ഇതെന്ന് പറയുന്നത് തിരിച്ച് മാറാൻ പറ്റില്ല. അവിടെയും ഫൈബ്രോസിസ് നടക്കുന്നുണ്ട്, പെർമനൻറ്റ് സ്കാറിങ്. ഇവിടെയും ഫൈബ്രോസിസ് നടക്കുന്നുണ്ട്, പെർമനൻറ്റ് സ്കാറിങ്. ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്. ഹൈ ചാൻസ് ഓഫ് ട്യൂബർകുലോസിസ് ആൻഡ് ലങ് ക്യാൻസർ അങ്ങനെയാണ് ഉണ്ടാകുന്നത് കേട്ടോ. ആസ്ബസ്റ്റോസിസ് എന്ന് പറയുമ്പോൾ എന്താ? ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് lung disease cause ചെയ്യുമ്പോൾ asbestosis. What is the causes of asbestosis? Exposure during insulation work, construction and brake linings.
ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് പെനിട്രേറ്റ് ദ ലങ് ടിഷ്യൂ. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ്? ഇൻസുലേഷൻ വർക്കിൽ ആസ്ബസ്റ്റോസ് ഫൈബർ ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്കിൽ ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് ഉണ്ട്, ബ്രേക്ക് ലൈനിങ്ങിലും ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ. എഫക്ട്സ് എന്താ? സ്റ്റിഫനിങ് ഓഫ് ലങ്സ് ആൻഡ് റെഡ്യൂസ്ഡ് ഇലാസ്റ്റിസിറ്റി. ലങ്സ് സ്റ്റിഫൻ ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങും. ചെസ്റ്റ് ടൈറ്റ്നസ്, ക്രോണിക് കഫ്, ബ്രെത്ത്ലെസ്നെസ്. പൊളി സാധനം. ഈ സാധനം എല്ലായിടത്തും ഉണ്ട് അല്ലേ? നമ്മളെ ന്യൂമോകോണിയോസിസിലാണെങ്കിലും സിലിക്കോസിസിലാണെങ്കിലും ആസ്ബസ്റ്റോസിലാണെങ്കിലും എഴുതാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ സ്ട്രോങ്ലി ലിങ്ക് ടു മീസോത്തീലിയോമ. നമ്മൾ പറഞ്ഞല്ലോ ലങ്ങിൻ്റെ ലൈനിങ്, സോറി ഞാൻ നേരത്തെ ഇൻറ്റസ്റ്റൈനിൻ്റെ ലൈനിങ് എന്നാണ് പറഞ്ഞത്, ലങ് ലൈനിങ്ങിലാണ്, ലങ്ങിൻ്റെ ലൈനിങ്ങിലാണ് മീസോത്തീലിയോമ ഒക്കെ അറിയുന്നത്. മീസോത്തീലിയോമ എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ്, ക്യാൻസർ ഓഫ് ലങ് ലൈനിങ്. ഇനി വീണ്ടും നമ്മൾ ജസ്റ്റ് ഒരു റീക്യാപ്പാണ്. ന്യൂമോകോണിയോസിസ് എന്ന് പറയുമ്പോൾ ജനറൽ ഇൻഡസ്ട്രിയൽ ഡസ്റ്റാണ്, സിലിക്കോസിസ് ആണെങ്കിൽ സിലിക്ക ഡസ്റ്റും, ആസ്ബസ്റ്റോസിസ് ആണെങ്കിൽ ആസ്ബസ്റ്റോസ് ഫൈബേഴ്സുമാണ്. മെയിൻ കോസ് ഓഫ് ന്യൂമോകോണിയോസിസ് മൈനിങ്, ഫൗണ്ടറി വർക്ക്. മെയിൻ കോസ് ഓഫ് സിലിക്ക ഡസ്റ്റ് എന്ന് പറയുമ്പോൾ സിലിക്ക സാൻഡ് ബ്ലാസ്റ്റിംഗ്, പിന്നെ സ്റ്റോൺ. അപ്പോൾ എസ് അപ്പോൾ സാൻഡ് ബ്ലാസ്റ്റിംഗ്, സ്റ്റോൺ കട്ടിങ് വന്ന സിലിക്കോസിസ്. ഇൻസുലേഷൻ, കൺസ്ട്രക്ഷൻ, ആസ്ബസ്റ്റോസിസ്. ഓക്കെ, ഇൻസുലേഷൻ, കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ AIC എന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ആസ്ബസ്റ്റോസ് ഫൈബേഴ്സ് കാരണമാണ് ആസ്ബസ്റ്റോസിസ് ഉണ്ടാക്കുന്നത്. മീസോത്തീലിയോമ, ലങ് ക്യാൻസർ. അപ്പം ഇതിന് മാത്രമായിട്ട് സ്പെഷ്യലി ഉള്ളതാണ്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടല്ലേ, മീസോത്തീലിയോമ എന്ന ലങ് ക്യാൻസറും ലങ് സ്റ്റിഫ്നെസ്സും വരുന്ന, ഇലാസ്റ്റിസിറ്റി കുറയുന്ന എല്ലാം ആസ്ബസ്റ്റോസിന് മാത്രം ഉള്ളതാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഫൈബ്രോസിസ്, ട്യൂബർകുലോസിസ്, ക്യാൻസർ. ഓക്കെ, അപ്പം ഇവരെ എഫക്ട്സ് പറയുകയാണെങ്കിൽ ഇത് എഴുതാം. ന്യൂമോകോണിയോസിസ് ആണെങ്കിൽ ലങ് സ്കാറിങ്, ബ്രെത്ത്ലെസ്നെസ് വേണമെങ്കിൽ ഇത് രണ്ടും എഴുതാം. കാരണം ഇത് രണ്ടും മീസോത്തീലിയോമേൻ്റെ ഇത് രണ്ടും ന്യൂമോകോണിയോസിസിൻ്റെ തന്നെ സബ് ഡിവിഷനാണ്. അപ്പോൾ ഇവൻ്റെ എഫക്ട്സ് ചെയ്താലും ഒരു കുഴപ്പമില്ല. മസ്കുലോ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ്, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, മസിൽസ് കൊണ്ടോ സ്കെലിറ്റൽ കാരണോ എന്തെങ്കിലും ഡിസോർഡർ വരാണെങ്കിൽ, ഡിസോർഡർ എന്നല്ല പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെങ്കിൽ, ഇൽനെസ്സോ ഇഞ്ചറിയോ വരാണെങ്കിൽ നമ്മൾ മസ്കുലോ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇഞ്ചറി തന്നെ വരണം എന്നില്ല, വല്ല സ്ട്രെയിനും ആവാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കണേ? മേജർ ടൈപ്സ് ഓഫ് മസ്കുലർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് അഫക്റ്റിംഗ് IT വർക്കർ. IT വർക്കർ എന്ന് സൂചിപ്പിക്കാൻ കാരണം എന്താ പറയുക? IT വർക്കേഴ്സ് ഇരുന്ന് പണിയെടുക്കും, സെഡൻറ്ററി ആണെന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ ഇവന്മാർക്കാണ് ഇത് വരാൻ ഭയങ്കര കൂടുതൽ. അത് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മസ്കുലർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ്, കോസസ് ആൻഡ് സൊല്യൂഷൻസ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട് ഓൺ മസ്കുലർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കിങ്ങനെ പറയാം അല്ലേ, മസ്കുലർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതിൻ്റെ കോസ് പറയാം, സൊല്യൂഷൻ പറയാം. 8 മാർക്കിന്. Musculoskeletal disorders are injuries affecting muscles, ligaments, tendons, joints due to overuse or poor posture. അപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, മസിലും ടെൻഡലും സ്കെലിറ്റലും ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ. മസിലും സ്കെലിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മസിലും ബോൺസ്, കുറേ ബോൺസ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളെ സ്കെലിറ്റൽ സിസ്റ്റം വന്നത്. ഈ മസിലും ബോൺസും ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലൂ ചെയ്ത് വെക്കുന്ന ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇവനെയാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ഓക്കെ, ടെൻഡൻ കണക്ട്സ് മസിൽസ് ടു ദ ബോൺസ്. അതാണ് ഇപ്പോൾ നമ്മളെ ബോണിൽ എന്തെങ്കിലും ഫ്രാക്ചറോ ബോണിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മസിൽ കൂട്ടാൻ പറയും, അതായത് ജിമ്മിൽ പോകാൻ പറയും അല്ലേ. ജിമ്മിൽ പോകാന്ന് പറയുമ്പോൾ എന്താണ്? മസിൽ കൂടുകയാണ് ചെയ്യുന്നത്. മസിൽ ഗ്രോത്ത് കാരണം എന്താ സംഭവിക്കുക? നമ്മളെ ബോണിനെ കുറച്ചും കൂടിയും ഗ്ലൂ ചെയ്ത് വെക്കും, ബോണിനെ കുറച്ചും കൂടി സപ്പോർട്ടായിട്ട് ഗാർഡിയനായിട്ട് മസിൽ നിൽക്കും. അതുകൊണ്ടാണ് ഈ ജിമ്മിൽ പോകാൻ പറയുന്നത്, മസിൽ കൂട്ടാൻ പറയുന്നതല്ല. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് ആർ ഡയറക്ട്ലി ലിങ്ക് ടു ടെൻഡൻ. അതാണ് നമ്മളിവിടെ ടെൻഡൻസ് എന്ന് പറയുന്നത്. ഇനി ലിഗമെന്റ് എന്താ? ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോൺ ഉണ്ടല്ലോ, രണ്ട് ബോൺ തമ്മിൽ ഗ്ലൂ ചെയ്ത് വെക്കണമല്ലോ, അതാണ് ലിഗമെന്റ്. ഓക്കെ, ലിഗമെന്റ് കണക്ട്സ് ബോൺ ടു ബോൺ, ടെൻഡൻസ് കണക്ട് ബോൺസ് ടു മസിൽസ്. അപ്പം മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് ആർ ഇഞ്ചറീസ് അഫക്റ്റിംഗ് മസിൽസ്, ബോൺസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ്. ഓക്കെ, ഡ്യൂ ടു റിപ്പീറ്റഡ് മോഷൻ അല്ലെങ്കിൽ ഓവർ യൂസ് ഓർ പുവർ പോസ്ചർ. ടൈപ്സ് ഇനി അവർ മറ്റേ IT ഫീൽഡിൽ ചോദിച്ചതിന് ആൻസർ ഇതിൽ തന്നെ കയറ്റിയിട്ടുണ്ട്. വാട്ട് ആർ ദ മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സ് ദാറ്റ് ആർ സീൻ ഇൻ IT ഇൻഡസ്ട്രി. അപ്പം അത് ടൈപ്സ് ഓഫ് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ എന്ന് തന്നെ പറഞ്ഞാൽ മതി, കാരണം ഇതെല്ലാം നമ്മൾ IT ഇൻഡസ്ട്രിയിൽ കാണുന്നുണ്ട്. ആദ്യം കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്റ്റിലുണ്ടല്ലോ, മീഡിയൽ നെർവിൽ കംപ്രഷൻ വരും. റിസ്റ്റിലെ മീഡിയൽ നെർവിൽ കംപ്രഷൻ വരും ഡ്യൂ ടു ലോങ് കീബോർഡ് യൂസ്. നമ്മൾ കീബോർഡെല്ലാം വാക്കല്ലാതെല്ലാം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്ന നമ്മളെ ആ റിസ്റ്റ് എന്തെങ്കിലും പ്രശ്നം വരും. അതിനാണ് ഈ റിസ്റ്റ് സപ്പോർട്ടൊക്കെ ഉപയോഗിക്കണം, റിസ്റ്റ് റെസ്റ്റ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുമല്ലേ, റിസ്റ്റ് റെസ്റ്റ് പാഡെല്ലാം.
ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ നെക്ക് പെയിൻ, സെർവിക്കൽ സ്ട്രെയിൻ. ഓക്കെ, സെർവിക്കൽ സ്ട്രെയിൻ നെക്കിൻ്റെ ആ ഭാഗത്തിനാണ് സെർവിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ആ സെർവിക്കൽ ഏരിയ അവിടെ സ്ട്രെയിൻ വരുന്നത് എന്താ? കോസ് ബൈ പുവർ മോണിറ്റർ ഹൈറ്റ് ആൻഡ് സ്ലൗച്ചിങ് അല്ലേ. നമ്മൾ ഈ മോണിറ്റർ എല്ലാം കണ്ണിൻ്റെ നേരെ വെക്കണം, ഫേസ് ടു ഐ ടു ഐ വെക്കണം എന്നാണ് പറയാറുള്ളത് സാധാരണ. അതെന്തുകൊണ്ടാണ്? ഈ സെർവിക്കൽ പെയിനും അതൊന്നും വരാതിരിക്കാനാണ്. പിന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്താണ് ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കിടന്നും വല്ലാത്തൊരു പൊസിഷൻ, ഒരു പുവർ പോസ്റ്ററിലൊക്കെ ആയിരിക്കും ഇരുന്ന് നോക്കുന്നത്. അപ്പം നിങ്ങളുടെ നെക്കിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നെക്ക് ഇങ്ങനെ കൂനിയായിരിക്കും ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കാരണം എന്താ, നെക്ക് പെയിൻ വരും. അത് അവിടെ ഒരു 5-6 മണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. കോസ് ബൈ പുവർ മോണിറ്റർ ഹൈറ്റ് ആൻഡ് സ്ലൗച്ചിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുവർ പോസ്റ്ററിനെയാണ് പറയുന്നത്. ലോവർ ബാക്ക് പെയിൻ, നമ്മൾ ഈ ടെക്നിക്കൽ ടേമായിട്ട് നമ്മൾ ലംബാർ സപ്പോർട്ട്, ലംബാർ പെയിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ലംബാർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ബാക്കിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എന്ന അർത്ഥം. ലോവർ ബാക്ക് പെയിൻ ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ ചെയർ സപ്പോർട്ട് ആൻഡ് ലോങ് സിറ്റിംഗ്. അപ്പം നമ്മളൊരു ഓഫീസ് ചെയർ മേടിക്കാൻ നിന്നാൽ ആ ഓഫീസ് ചെയർ ഇറ്റ് പ്രൊവൈഡ്സ് ലംബാർ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ ഇവിടെ ഒരു ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അത് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലോങ് സിറ്റിങ്ങിനും വേണ്ടിയിട്ടും. ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ യൂസ് ഓഫ് മൗസ്, ടെൻഡൻ ഇൻഫ്ലമേഷൻ വരും അല്ലേ. ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഇസ് സംതിങ് വിച്ച് കണക്ട്സ് ബോൺ ടു മസിൽ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ റിസ്റ്റിൽ മാത്രമേ കാണുള്ളൂ. എന്നാൽ ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ടെൻഡൻ ഉണ്ടോ അവിടെയൊക്കെ കാണാൻ വഴിയുണ്ട്. അപ്പം നമ്മൾ ടെൻഡനിൽ ഇൻഫ്ലമേഷൻ വന്നാൽ എന്താ സംഭവിക്കുക? നമ്മളെ മസിലും ബോണിൻ്റെ ഇടയിലുള്ള ടെൻഡനിന് ഇൻഫ്ലമേഷൻ വരുമ്പോൾ നമ്മളത് അനുഭവപ്പെടും, നല്ല പെയിൻ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഭാഗം നമ്മൾ അവിടെ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ എപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൊണ്ടും എന്തെങ്കിലും അനക്കം വല്ല ചെയ്താൽ, ഇപ്പോൾ നമ്മളെ ഷോൾഡറിലാണെങ്കിൽ ഷോൾഡറിൽ നമ്മൾ അനക്കാൻ നിന്നാൽ അവിടെ പെയിൻ വരും അല്ലേ. അപ്പം വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കും. അപ്പോൾ അത് നമ്മൾ അനക്കാൻ നിൽക്കത്തില്ല. ഇനി ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞാൽ ഓക്വേർഡ് ആം പൊസിഷനിങ് അല്ലേ. നമ്മളിപ്പോൾ ഓവർ ഹെഡിലായിട്ട് എന്തെങ്കിലും ജോലി വല്ലതും ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഡ്രില്ലിങ് ഓപ്പറേഷൻ ഓവർ ഹെഡ് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മളെ ഷോൾഡർ ഭയങ്കര വേദന എടുക്കും. ഓക്വേർഡ് ആം പൊസിഷനിങ് ക്യാൻ ഓൾസോ കോസ് ഷോൾഡർ പെയിൻ. കോസസ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്, ഇതാണ് മെയിൻ കോസ് ഓഫ് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ. ഓക്കെ, ടൈപ്പിംഗ്, മൗസ് യൂസ്, ടൈപ്പിംഗ് ആണ് കാർപ്പൽ ടണൽ സിൻഡ്രോം വരും. മൗസ് യൂസ് വീണ്ടും ചെയ്താൽ ആ ഒരു ഭാഗത്ത് മാത്രം ടെൻഡനൈറ്റിസ് വരും, വേറെയും ഭാഗത്ത് ടെൻഡനൈറ്റിസ് വരാം കേട്ടോ. മൗസ് യൂസ് കാരണം മാത്രമല്ല, പുവർ വർക്കിംഗ് സ്റ്റേഷൻ എർഗണോമിക്സ് കാരണം നമ്മുടെ ബാക്കിന് സപ്പോർട്ട് ഉണ്ടാവില്ല. പിന്നെ എന്താ, ഇത് കാരണം ടെൻഡനൈറ്റിസും കാർപ്പൽ ടണൽ സിൻഡ്രോമും വരും. പിന്നെ നമ്മുടെ നെക്കിന് പ്രശ്നം വരും. അപ്പം അതൊരു പ്രശ്നമാണ്. പ്രൊലോങ്ഡ് സിറ്റിംഗ്, ഇരുന്ന ഇൻ വൺ പോസ്റ്റർ, ചിലപ്പോൾ നമ്മൾ ആ സ്ലൗച്ചിങ് പോസ്റ്ററിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്കെന്താണ് MSD വരും. സ്ട്രെസ് ആൻഡ് പുവർ ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, നല്ല രസം. സ്ട്രെസ്സ് കാരണം നമുക്ക് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ വരും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തലയിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് അല്ല. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി അനുഭവപ്പെടുന്ന സ്ട്രെസ്സാണ്. ഇനി പുവർ ഫിസിക്കൽ ഫിറ്റ്നസ്, യെസ്, നമ്മുടെ കോറൊന്നും സ്ട്രൈറ്റ് അല്ല എന്ന് വിചാരിച്ചാൽ, നമ്മുടെ ബോഡിയിലെ കോർ സ്ട്രൈറ്റ് അല്ലെങ്കിലും അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് ഡെവലപ്ഡ് അല്ലെങ്കിലും ബാക്കിൽ പെയിൻ വരും. കാരണം കോറ് ഒരു മസിൽ ഗ്രൂപ്പാണല്ലേ. ആ മസിൽ ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബാക്കിലെ സ്പൈനൽ കോഡാണ്. അപ്പോൾ ഇത് സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിലും നമുക്ക് ബാക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതാണ് ആൾക്കാർ ജിമ്മിൽ പോകുന്നവർക്കെല്ലാം, ജിമ്മിൽ പോകുന്നവർക്കൊന്നുമില്ല, ജിമ്മിൽ പോകുന്നവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിലിരിക്കും, അത്രേ ഉള്ളൂ. സൊല്യൂഷൻസ് ഓർ കൺട്രോൾ മെഷേഴ്സ്. ഓക്കെ, ജിമ്മിൽ പോകുന്നവർക്ക് ഈ മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സിൽ നല്ല രീതിയിൽ കുറയ്ക്കാനും പറ്റും കേട്ടോ. ഇവിടെ ഒന്ന് നോക്കി നോക്ക്. സെർവിക്കൽ പെയിൻ വരുമല്ലോ. സെർവിക്കൽ പെയിൻ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ജിമ്മിൽ പോയിട്ട് വാമപ്പ് ചെയ്യുമ്പോൾ കഴുത്ത് 360 ഡയറക്ഷനിൽ തിരിക്കും. അങ്ങനെ നമുക്ക് സെർവിക്കൽ പെയിൻ ഒഴിവാക്കാൻ പറ്റും. ഇനി കോറ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും. അങ്ങനെ നമുക്ക് ലംബാർ സപ്പോർട്ടിന് പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഷോൾഡർ പെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ പ്രസ്സും ലാറ്ററൽ റേസസ് എല്ലാം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അവിടുത്തെ മസിൽ ഗ്രൂപ്പ് കൂടുകയാണ്. അപ്പോൾ ആ മസിൽ ഗ്രൂപ്പ് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ആ മസിൽ ഗ്രൂപ്പ് ഷോൾഡറിൻ്റെ മസിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എന്താ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ബോൺ മാത്രമല്ല അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ജിമ്മിൽ പോകുന്നതുകൊണ്ട് അങ്ങനെ ഉപകാരമുണ്ട്. സൊല്യൂഷൻസ് ഓർ കൺട്രോൾ മെഷേഴ്സ് ഫോർ MSDs, മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ്? എർഗണോമിക് ചെയർ പ്രൊവൈഡ് ചെയ്യുക, മറ്റേ ലംബാർ സപ്പോർട്ടുള്ള ചെയർ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞില്ലേ. അഡ്ജസ്റ്റബിൾ ഡെസ്ക്, നമ്മൾ ഇപ്പം പുതിയൊരു ഡെസ്ക് വന്നിട്ടുണ്ട്, സിറ്റ് സ്റ്റാൻഡ് ഡെസ്ക്. നമുക്ക് ഇങ്ങനെ പൊന്തിച്ചിട്ട് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റാൻഡായി നിൽക്കുകയും ചെയ്യും. നമ്മളെ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇരുന്നും ആ ഡെസ്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രോപ്പർ മോണിറ്റർ ഹൈറ്റ്, ഞാൻ പറഞ്ഞില്ല, ഹൈറ്റ് റെഗുലർ ബ്രേക്സ്, ഓരോ സമയം നമ്മൾ 20-20-20 റൂള് ഉപയോഗിക്കുക. റെഗുലർ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഓരോ സമയം നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ പൊസിഷനിൽ കുറേ നേരം ഇരിക്കുന്നത് നല്ലതല്ല. റിസ്റ്റ് സപ്പോർട്ട്, ഫുട്ട് റെസ്റ്റ്, ലംബാർ സപ്പോർട്ട് എന്ന് ബാക്ക് പെയിനുള്ള മറ്റേ
ബാക്കിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ്. ഫുട്ട് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, കാലിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്. റിസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൗസെല്ലാം ഉപയോഗിക്കുമ്പോൾ മൗസ് പാഡിൽ തന്നെ നമ്മൾ റിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകും. സ്ട്രെച്ചിങ് എക്സസൈസസ് എവറി അവർ, ജിമ്മിൽ പോകുന്നതിനുള്ള ഉപകാരമാണ്. പിന്നെ ജോബ് റൊട്ടേഷൻ ടു റെഡ്യൂസ് റിപ്പറ്റേറ്റീവ് സ്ട്രെയിൻ. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നത് ഹിയറിംഗ് അല്ലെങ്കിൽ നോയ്സ് കൂടുകയാണെങ്കിൽ? എക്സ്പ്ലെയിൻ അബൌട്ട് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ് ആസ് ഫോർ 9 മാർക്ക്. ഓക്കെ, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഈസ് ദ പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഇന്നബിലിറ്റി ടു ഹിയർ ഡ്യൂ ടു പ്രോലോങ്ഡ് എക്സ്പോഷർ ടു ലൗഡ് നോയ്സ് അല്ലേ. അപ്പം പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ ഹിയർ ലോസ് ഡ്യൂ ടു പ്രോലോങ്ഡ് എക്സ്പോഷർ ടു ലൗഡ് നോയ്സ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കണ്ടിന്യൂസ് എക്സ്പോഷർ ടു ദ നോയ്സ് ഓവർ 85 ഡെസിബൽ. ഞാൻ നേരത്തെ പറഞ്ഞോ എന്ന് തോന്നുന്നു. ലോഗരിതം നമ്മൾ ഈ ഡെസിബൽ നോയ്സിൻ്റെ യൂണിറ്റാണ് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഈ ഡെസിബൽ ലോഗരിതമിക് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് 20 ഡെസിബലും 40 ഡെസിബലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ആ ശബ്ദത്തിന് നമുക്ക് വലിയ വ്യത്യാസം അറിയില്ല. പക്ഷേ ഇവിടെ 100 ഡെസിബലും 120 ഡെസിബലും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല രീതിക്ക് നമ്മൾ അറിയും, നല്ല രീതിക്ക് നമുക്ക് സ്ട്രെയിൻ ആവും. അപ്പം അതിനർത്ഥം എന്താണ്? രണ്ടിടത്തും 20 ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ, 20 ഡെസിബിലെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇത് ലോഗരിതമിക്കായി വേരി ചെയ്യുന്നതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വരുന്നത് അപ്പോൺ ഹയർ ഡെസിബൽ. അപ്പോൾ 85 to 90 85 നിന്ന് 90 ഡെസിബൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ജമ്പാണ്. വെൻ യു കമ്പയർ ഇറ്റ് ടു 20 to 25. രണ്ടും 5 ഡെസിബിലേ കൂടുന്നുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 2-5 ഡെസിബിലാണ് കൂടുന്നെങ്കിലും നല്ല വ്യത്യാസം വരും സൗണ്ടിൽ. ഡാമേജസ് ഹെയർ സെൽസ് ഓഫ് ദ കൊക്കിലിയ. ഈ കൊക്കിലിയയിൽ ടൈനി ആയിട്ട്, കൊക്കിലിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഇന്നർ ഇയർ ഉണ്ടല്ലോ, നമ്മളെ ചെവി ഇതാണെന്ന് വിചാരിച്ചോ. ചെവി വരക്കുന്നതിലെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് നമ്മളെ ചെവി എന്ന് വിചാരിച്ചോ. ഇവിടെയാണ് നമ്മളെ കൊക്കിലിയ ഇരിക്കുന്നത്. കൊക്കിലിയൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ചെറിയ മൈന്യൂട്ട് മുടികളുണ്ടാവും. അപ്പം ഈ ഹെയർ സെൽസിനെ എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും. ഈ ഹെയർ എന്തിനാണ്? നമ്മൾ സൗണ്ട് ഒന്നിന് നല്ല രീതിയിൽ പാസ് ചെയ്യാനും, പിന്നെ ആ ഹെയർ എന്തിനാണ്? എന്തെങ്കിലും ഡസ്റ്റോ നമ്മളെ ചെവിയിൽ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് നിർത്താനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനെ ഹെയർ സെൽസിനെ ഡാമേജ് ചെയ്യുന്ന ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. ടെമ്പററി ഹിയറിംഗ് ലോസ് occurs after short loud exposure. Permanent hearing loss occurs after long term noise. Tinnitus. ഓക്കെ, ടിനിറ്റിസ് എന്ന് പറഞ്ഞാൽ റിംഗിങ് ഓഫ് ദി ഇയേഴ്സ്. മറ്റേ നമുക്കറിയാമല്ലോ, ബെല്ലടിക്കുന്ന പോലത്തെ ഒരു ശബ്ദം വരും. ഇറ്റ്സ് എ കോമൺ സിംറ്റം ഓഫ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. വർക്കർ സ്ട്രഗിൾസ് വിത്ത് സ്പീച്ച് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ക്രൗഡഡ് ഏരിയാസ്. ഓക്കെ, പ്രിവെൻഷൻ ഇൻക്ലൂഡ്സ് ഇയർ പ്ലഗ്സ്, ഇയർ മഫ്സ് ഉപയോഗിക്കുക, നോയ്സ് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇയർ പ്ലഗ്സും ഇയർ മഫ്സ് എന്ന് പറഞ്ഞാൽ PPE ആണ്. പിന്നെ നോയ്സ് കൺട്രോൾ ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. റെഗുലർ ഓഡിയോമെട്രിക് ടെസ്റ്റ് ഇറ്റ് ഹെൽപ്പ് ഡിറ്റക്ട് ഏർലി ഹിയറിംഗ് ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിയോമെട്രിക് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് യു ക്യാൻ ഡിറ്റക്ട് ഹിയറിംഗ് ലോസ് ഇൻ ദ ഏർലി സ്റ്റേജ് ഇറ്റ് സെൽഫ്. സിമിലർ ക്വസ്റ്റ്യൻസ് ഇനി ഒക്കുപേഷണൽ ഡിസീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിസ്കസ് ദ ഒക്കുപേഷണൽ ഡിസീസസ് ഫൗണ്ട് ഇൻ ഇൻഡസ്ട്രീസ് ആസ് ഫോർ 10 മാർക്സ്. എക്സ്പ്ലെയിൻ ഒക്കുപേഷണൽ ഡിസീസസ് സിലിക്കോസിസ്, asbestosis, pneumoconiosis ഫോർ 40 മാർക്സ്. ഷോർട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ഒക്കുപേഷണൽ ഡിസീസസ്. ഓക്കെ, അപ്പം ഒക്കുപേഷണൽ ഡിസീസസ് ഫൗണ്ട് ഇൻ ഇൻഡസ്ട്രീസ് വീണ്ടും നമ്മൾ പറയാണ് സെയിം സാധനം കേട്ടോ. സിലിക്കോസിസ്, asbestosis, pneumoconiosis അത് പറഞ്ഞാൽ കേട്ടോ. Major types of occupational disease: lung disease, silicosis, asbestosis. Example, okay, dust inhalation. നമ്മൾ പറഞ്ഞ സിലിക്കോസിസ്, ആസ്ബെസ്റ്റോസിസും ലങ് ഡിസീസ് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഒക്കുപേഷണൽ ഡിസീസിൽ ലങ് ഡിസീസ് മാത്രമല്ല, വീണ്ടും കുറേ ഡിസീസ് ഉണ്ട്. ഇനി സ്കിൻ ഡിസീസ് എന്തൊക്കെയാണ്? ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ സ്കിൻ ഡിസീസ് ആണ്. അപ്പോൾ നമ്മൾ ഡെർമറ്റോളജി ഡോക്ടറിനെ കാണിക്കും അല്ലേ. ഡെർമറ്റോളജി, അപ്പോൾ ഡെർമ എന്ന് പറഞ്ഞാൽ സ്കിന്നാണ് എന്നർത്ഥം. ഓക്കെ, ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സ്കിൻ ഡിസീസാണ്. ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു കെമിക്കൽ എക്സ്പോഷർ. കെമിക്കൽ വല്ല നമ്മുടെ സ്കിന്നിലോ എവിടെയെങ്കിലും പറ്റിയാൽ ഇറ്റ് ക്യാൻ കോസ് ഡെർമറ്റൈറ്റിസ്. ഹിയറിംഗ് ലോസ് എന്താണ്? NIHL, നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ആണ് ഇവിടെ ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഹിയറിംഗ് ലോസ് അല്ലാതെയും നമുക്ക് വരാട്ടോ, പക്ഷേ നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ആണ് നമ്മുടെ ഈ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ പറയാൻ ബെസ്റ്റ്. നോയ്സ് എബോവ് 85 ഡെസിബൽ, 85 ഡെസിബലിന് കൂടുതൽ, ഇനി 86 ആയാലും നല്ല വ്യത്യാസം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. മസ്കുലോസ്കെലറ്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ബാക്ക് പെയിൻ, കാർപ്പൽ ടണൽ സിൻഡ്രോം, നെക്ക് പെയിൻ ഉണ്ട്. പിന്നെന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ടെൻഡനൈറ്റിസ്. ഓക്കെ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പുവർ എർഗോണോമിക്സ്. കെമിക്കൽ പോയ്സണിങ് എന്ന് പറയുമ്പോൾ ലെഡ് അല്ലെങ്കിൽ മെർക്കുറി പോയ്സണിങ് നമ്മൾ പറഞ്ഞല്ലോ. ലെഡ്, മെർക്കുറിയിൽ തന്നെ നമ്മളെ മിനിമാറ്റ ഡിസീസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. മിനിമാറ്റ ഡിസീസ് എന്ന് പറഞ്ഞാൽ മിനിമാറ്റ അല്ല ഡിസീസിൻ്റെ പേര്, മിനിമാറ്റ ബെയിൽ നടക്കുന്നതുകൊണ്ടാണ് മിനിമാറ്റ ഡിസീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, മെർക്കുറിയുടെ പോയ്സണിങ് ആണ് സംഭവിച്ചത് അവിടെ. മെറ്റൽസ്, സോൾവെൻറ്റ്സ്. ക്യാൻസറിന് ബെസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ലങ് ലൈനിങ്ങിലുള്ള മീസോത്തീലിയോമ. ആസ്ബെസ്റ്റോസിസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. മീസോത്തീലിയോമ കോസ് ചെയ്യുന്ന ആസ്ബെസ്റ്റോസ്. എന്നാൽ നമ്മൾ
വേറെ പറഞ്ഞല്ലോ, സിലിക്കോസിസ് പറഞ്ഞല്ലോ. സിലിക്കോസിസ് ആണെങ്കിൽ നമ്മൾ ഫൈബ്രോസിസ്, ട്യൂബർകുലോസിസ്, ക്യാൻസർ അതൊക്കെയാണ് വരുന്നത്. ആസ്ബസ്റ്റോസിസ് മീസോത്തീലിയോമ, പിന്നെ മറ്റേ സ്റ്റിഫ്നെസ് ഇൻ ദ ലങ്, അതൊക്കെ ആസ്ബസ്റ്റോസിൻ്റെ പ്രത്യേകതയാണ്. എഫക്ട്സ് ഓൺ വർക്കേഴ്സ്, എന്താണ് എന്തിൻ്റെ എഫക്ട്സ്? ഒക്കുപേഷണൽ ഡിസീസിൻ്റെ എഫക്ട്സ് ഓൺ വർക്കേഴ്സ്. റെഡ്യൂസ്ഡ് ലങ് കപ്പാസിറ്റി ആൻഡ് ക്രോണിക് കഫ്. നമുക്കറിയുന്ന മറ്റേ ന്യൂമോണോകോണിയോസിസ്, ആസ്ബസ്റ്റോസിനും സിലിക്കോസിസിൻ്റെയും എഫക്ട്സ് ഒക്കെ ആദ്യം അങ്ങ് പറഞ്ഞു തീർക്കുക. ലങ് കപ്പാസിറ്റി കുറയും, ലങ്ങിൻ്റെ സ്റ്റിഫ്നെസ് കുറയും, എലാസ്റ്റിസിറ്റി കുറയും, സ്റ്റിഫ്നെസ് കൂടും, ഇലാസ്റ്റിസിറ്റി കുറയും, ക്രോണിക് കഫ്, ലോങ് ടൈം ഡിസബിലിറ്റി ആൻഡ് റെഡ്യൂസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ലോങ് ടൈം ക്രോണിക് ഡിസീസ് ആണല്ലോ, ലോങ് ടൈം ഡിസബിലിറ്റിയാണ്, റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റിയാണ്. പെർമനൻറ്റ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അല്ലേ, നമ്മൾ നോയ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പം പെർമനൻറ്റ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഒക്കുപേഷണൽ ഡിസീസിൻ്റെ വേറൊരു പ്രശ്നം. പിന്നെ വേറൊരു പ്രശ്നം ക്രോണിക് പെയിൻ ആൻഡ് മൊബിലിറ്റി ഇഷ്യൂസ്. ഓക്കെ, കയറി നടക്കാനും ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. കാരണം എന്താ, നമുക്ക് ഇതുപോലെ ബാക്ക് പെയിൻ എന്തെങ്കിലുമൊക്കെ വന്നാൽ തീർന്നു, കാലിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും തീർന്നു. റിസ്ക് ഓഫ് ലൈഫ് ത്രെറ്റനിങ് ഡിസീസസ് ലൈക്ക് ക്യാൻസർ. നമ്മൾ മീസോത്തീലിയം, ആസ്ബസ്റ്റോസിസ് മീസോത്തീലിയം എന്ന് പറഞ്ഞാൽ ലങ് ക്യാൻസറാണ്. അപ്പം ലങ് ലൈനിങ്ങിൽ വരുന്ന ക്യാൻസറാണ്. അപ്പോൾ ക്യാൻസറും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ ഒക്കുപേഷണൽ ഡിസീസിൽ. അപ്പോൾ ദീസ് ആർ ദ എഫക്ട്സ് ഓൺ വർക്കേഴ്സ്. അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഓർഗനൈസേഷൻസ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ്. അപ്പം ഇത് തന്നെ 3-4 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഓർഗനൈസേഷൻ ടു പ്രൊട്ടക്ട് വർക്കേഴ്സ്. ആസ് ഫോർ 14 മാർക്സ്, 14 മാർക്കിന് ചോദിച്ചു വെച്ചേക്കാം. അറേഞ്ച്മെൻറ്റ്സ് ഫോർ പ്രൊട്ടക്ടിങ് വർക്കേഴ്സ് ഇൻ മൈനിങ് ഇൻഡസ്ട്രി. മൈനിങ് ഇൻഡസ്ട്രിയിൽ മാത്രമായിട്ട് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഫോർ 5 മാർക്സ് ആൻഡ് 4 മാർക്സ്. അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ഓർഗനൈസേഷൻ ടു പ്രൊട്ടക്ട് വർക്കേഴ്സിന് ആദ്യം നമ്മൾ പറയേണ്ടത് എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ആണ്. ഓക്കെ, വർക്കറിന് ആദ്യം നമ്മൾ എഞ്ചിനീയറിംഗ് കൺട്രോൾസ് പറയുന്നതാണ്. വെന്റിലേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു റെഡ്യൂസ് ഡസ്റ്റ്, ഫ്യൂംസ്, ഗ്യാസ്. മെഷീൻ ഗാർഡിംഗ് ടു പ്രിവെൻറ്റ് കട്ട്സ് ആൻഡ് എൻടാങ്കിൾമെൻറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് എങ്ങനെയൊക്കെ? സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് SOP ഇംപ്ലിമെൻറ്റേഷൻ. SOP ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പം സേഫ്റ്റി ട്രെയിനിങ് പറഞ്ഞതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു സാധനം ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വർക്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ആദ്യമേ കൊടുക്കണം, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആദ്യമേ SOP ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ജോബ് റൊട്ടേഷൻ ടു റെഡ്യൂസ് ഫറ്റീഗ് ആൻഡ് റെപ്പിറ്റേറ്റീവ് ഇഞ്ചുറി. റിപ്പീറ്റഡ് ആക്ഷൻ നടക്കുന്ന വർക്കാണെങ്കിൽ അതിന് ജോബ് റൊട്ടേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൾക്കാരെ മാറ്റി വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഒരാൾക്ക് തന്നെ ആ ഒരു സ്ട്രെയിൻ അനുഭവപ്പെടില്ല. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഹെൽമെറ്റ്സ്, ഗ്ലൗസ്, റെസ്പിറേറ്റർ, ബൂട്ട്സ്. ഇയർ പ്ലഗ്സ്, സേഫ്റ്റി ഗോഗിൾസ്. ഇയർ പ്ലഗ്സ് എന്താ, നോയ്സ് കുറയ്ക്കാൻ പറ്റും. സേഫ്റ്റി ഗോഗിൾസ് എന്തിനാ, നമ്മളെ കണ്ണിൽ എന്തെങ്കിലും കെമിക്കൽ സ്പ്ലാഷ് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്ത് സർവൈലൻസ്, പീരിയോഡിക് മെഡിക്കൽ ചെക്കപ്സ് ആൻഡ് മോണിറ്ററിങ് ദ വർക്കേഴ്സ് എക്സ്പോസ് ടു കെമിക്കൽസ് ഓർ നോയ്സ് അല്ലേ. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ലോങ് ടൈം മോണിറ്ററിങ് ഓഫ് വർക്കേഴ്സ് എക്സ്പോസ് ടു ലോങ് ടൈം നോയ്സ്, പിന്നെ കെമിക്കൽസ്. അത് 2 പോയിൻ്റായിട്ട് തന്നെ പറയാം. ഹെൽത്ത് സർവൈലൻസ് അടുത്ത അറേഞ്ച്മെൻ്റ് ആണ് ടു പ്രൊട്ടക്ട് വർക്കേഴ്സ്. പിന്നെ എമർജൻസി ആൻഡ് വെൽഫെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് റൂംസ്, ഐ വാഷ് ഷവേഴ്സ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, റെസ്റ്റ് റൂംസ്, സാനിറ്റേഷൻ എക്സെട്ര. മൈനിങ്ങിന് വേണ്ടിയിട്ട് ചോദിക്കുകയാണെങ്കിൽ മൈനിങ്ങിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൈനിങ്ങിൻ്റെ അവിടെ. ടു റിമൂവ് ടോക്സിക് ഗ്യാസസ്, റൂഫ് സപ്പോർട്ട്സ് ടു പ്രിവെൻറ്റ് കൊളാപ്സ്. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ പറയാം. അതായത് യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, പിന്നെ പ്രോപ്പർ ലൈറ്റിംഗ്, വിസിബിലിറ്റി എല്ലാം കൊടുക്കണം. ഡസ്റ്റ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറ്റ് മെത്തേഡും ഡ്രൈ മെത്തേഡും എല്ലാം ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ഡസ്റ്റ് കളക്ടർ ഉപയോഗിക്കാൻ പറ്റും. മൈനിൽ ലോട്ട് ഓഫ് ഡസ്റ്റ് ഇസ് ക്രിയേറ്റഡ് റൈറ്റ്. ആൻഡ് എമർജൻസി പ്രിപ്പയർഡ്നെസ്, ഇപ്പോൾ ഗ്യാസ് ഡിറ്റക്ടേഴ്സോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, എസ്കേപ്പ് റൂട്ട്, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ മൊഡ്യൂൾ 1 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 1 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണ്? എക്സ്പ്ലെയിൻ ഇൻഡസ്ട്രിയൽ ഹൈജീൻ. ഇറ്റ് ഈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ദ വർക്ക് പ്ലേസ് ഹസാർഡ്, ഇവാലുവേറ്റിംഗ് എക്സ്പോഷർ ലെവൽസ്, കൺട്രോളിംഗ് ഹസാർഡ്സ് യൂസിങ് എഞ്ചിനീയറിംഗ് ആസ് വെൽ ആസ് PPE. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് കൺട്രോൾ മെത്തേഡ്സ് ആണ് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ അതേ തന്നെ. ഒക്കുപേഷണൽ ഡിസീസസ് എന്താ? ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഡിസീസസ് കോസ്ഡ് വൈൽ വർക്കിംഗ്. ഇൽനെസ്സസ് കോസ്ഡ് ബൈ വർക്ക് പ്ലേസ് എക്സ്പോഷേഴ്സ്. വർക്ക് പ്ലേസിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഒക്കുപേഷണൽ ഡിസീസ്. എക്സാമ്പിൾ സിലിക്കോസിസ്, ഡെർമറ്റൈറ്റിസ് ആൻഡ് ഹിയറിംഗ് ലോസ്. It develops gradually over time. Socio-economic factors in contributing to this safety. സോഷ്യൽ ഫാക്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്കറിൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറെ എന്ത് ഫാക്ടറാണ്? വേജസ്, വർക്ക് പ്രഷർ, സേഫ്റ്റി കൾച്ചർ ഓഫ് ദ കമ്പനി ഈസ് ഓൾസോ എ സോഷ്യോ എക്കണോമിക് ഫാക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ സേഫ്റ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ.
റിസ്ക് ആൻഡ് ഹസാർഡ്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ ഫോമിലാണ് ആക്കി വെച്ചിരിക്കുന്നത് റിസ്ക്കും ഹസാർഡും. ഇതാ ഹസാർഡ് എന്താണ്, റിസ്ക് എന്താണ്, ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ടേമാണ്. ഹസാർഡ് ഈസ് എ സോഴ്സ് വിത്ത് പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. ഓക്കെ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. സംതിങ് വിച്ച് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. ഇറ്റ് എക്സിസ്റ്റ് നാച്ചുറലി ഇൻ ദ വർക്ക് പ്ലേസ്. ഹസാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നാച്ചുറലായിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാം. എന്നാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചാൻസ് ദാറ്റ് എ ഹസാർഡ് വിൽ കോസ് ഹാം. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. പക്ഷേ റിസ്ക് എന്ന് പറയുമ്പോൾ ചാൻസ്, it is the likelihood that the hazard will actually cause harm. ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സിസ്റ്റ് നാച്ചുറലി ഇൻ ദ വർക്ക് പ്ലേസ്. കെമിക്കൽസ്, മെഷീൻസ്, ഇലക്ട്രിസിറ്റി, അത് നാച്ചുറലായിട്ടായിരിക്കും നമുക്ക് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്നതിന്. എന്നാൽ റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്പോഷർ ലെവൽ, ഡ്യൂറേഷൻ ആൻഡ് വർക്കർ ബിഹേവിയർ. വർക്കർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ടുവേർഡ്സ് ദ വർക്ക്. ഹസാർഡ് കനോട്ട് ബി റിമൂവ് കംപ്ലീറ്റ്ലി ബട്ട് ക്യാൻ ബി കൺട്രോൾഡ്. പക്ഷേ റിസ്ക് എന്ന് പറയുമ്പോൾ ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ സേഫ്റ്റി മെഷേഴ്സ്. ഓക്കെ, നമ്മൾ എത്രത്തോളം സേഫ്റ്റി എടുക്കുന്നു അതിനനുസരിച്ച് റിസ്ക്കിനെ കൂട്ടിയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഹസാർഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഓഫ് ഹസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംതിങ് ദാറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. അപ്പോൾ ടോക്സിക് മെറ്റീരിയൽസ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. ഷാർപ്പ് ബ്ലേഡ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഹാം. വെറ്റ് ഫ്ലോർ ഹാസ് ദ പൊട്ടൻഷ്യൽ ടു സ്ലിപ്പ്, അല്ലേ? എന്നാൽ ഇവിടെ റിസ്ക് ആണെങ്കിലോ, റിസ്ക് എന്ന് പറയുമ്പം ഇൻഹേലിംഗ് കെമിക്കൽ ഫ്യൂംസ് ഇസ് എ റിസ്ക് ബിക്കോസ് it can lead to chronic diseases. Getting cut is a risk, because it can lead to infection. Slipping, it can lead to നമ്മളെ ബാക്ക് പോണ, okay, can lead to fracture, right? Hazard എന്ന് പറയുമ്പോൾ is identified during hazard identification. Risk is determined during risk assessment, അല്ലേ? ഇനി what are the major causes of silicosis? സിലിക്കോസിൻ്റെ മേജർ കോസസ്. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ന്യൂമോണോകോണിയോസിസ് ആണ്, ലങ് ഡിസീസിന് കോസ് ഡ്യൂ ടു സിലിക്ക ഡസ്റ്റ്, അല്ലേ? ഫൈൻ സിലിക്ക ഡസ്റ്റ്, ഇൻഹലേഷൻ ഓഫ് ഫൈൻ സിലിക്ക ഡസ്റ്റ്, സ്റ്റോൺ കട്ടിംഗ്, മൈനിങ്, സാൻഡ് ബ്ലാസ്റ്റിംഗ്, അല്ലേ? സിലിക്ക, സാൻഡ് ബ്ലാസ്റ്റിംഗ്, സ്റ്റോൺ കട്ടിംഗ്, SSS. പുവർ വെന്റിലേഷൻ ഓർ നോ മാസ്ക്, നമുക്ക് സിലിക്കോസിസ് കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും ഈ പുവർ വെന്റിലേഷൻ നോ മാസ്ക് ആണെങ്കിൽ അവസ്ഥയെങ്കിൽ. വർക്ക് റിലേറ്റഡ് വേഴ്സസ് ഒക്കുപേഷണൽ ഡിസീസസ്. വർക്ക് റിലേറ്റഡ് ഡിസീസും ഒക്കുപേഷണൽ ഡിസീസും നമ്മളൊരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, വർക്ക് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ വർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ മെയിൻ കോസ്. ഓക്കെ, അതിന് മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്കിൽ നിന്നുകൊണ്ട് മാത്രമാണ് ബാക്ക് പെയിൻ ഇട്ടത് അല്ല, പക്ഷേ വർക്ക് കോൺട്രിബ്യൂട്ട്സ് ടു ബാക്ക് പെയിൻ. സ്ട്രെസ്സ്, ഐ സ്ട്രെയിന്. എന്നാൽ ഡയറക്റ്റ് ഒക്കുപേഷണൽ ഡിസീസ്, ഞാൻ വർക്കിൽ പോയോണ്ട് വർക്കിൽ നിന്ന് കിട്ടിയ ഡിസീസ് എന്തൊക്കെയാണ്? സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്, ലെഡ് പോയിസണിങ്, എക്സെട്ര. വർക്ക് ഇസ് ദ ഡയറക്റ്റ് ആൻഡ് പ്രൈമറി കോസ്. ഇനി വർക്ക് റിലേറ്റഡ് ഡിസീസ് നമുക്ക് എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ, വർക്ക് ഫാക്ടർ, ലൈഫ് സ്റ്റൈൽ പ്ലസ് വർക്ക് ഫാക്ടേഴ്സാണ്. ഓക്കെ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട്, ലംബർ സപ്പോർട്ടും ഐ ടു ഐ കോൺടാക്ട് വിത്ത് മോണിറ്ററും എല്ലാം വെച്ചാണ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? വലുതായിട്ട് വർക്ക് റിലേറ്റഡ് ഡിസീസ് ഒന്നും വരില്ല. അതാണ് അവർ പറഞ്ഞത്, ലൈഫ് സ്റ്റൈൽ പ്ലസ് വർക്ക് ഫാക്ടേഴ്സാണ്. ഇവിടെ ദിസ് ഈസ് കോസ്റ്റ് പ്യുവർലി ഡ്യൂ ടു വർക്ക് ഫാക്ടർ ഓൺലി, വർക്ക് പ്ലേസ് എക്സ്പോഷർ. ഓക്കെ, ഡസ്റ്റ്, കെമിക്കൽ, ഇതൊക്കെ വർക്ക് പ്ലേസിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ഡെവലപ്പ് ഗ്രാജുവലി ഡ്യൂ ടു റിപ്പിറ്റേറ്റീവ് ഓർ ലോങ് വർക്കിംഗ് അവേഴ്സ്, അതല്ലേ? ഇത് ഗ്രാജുവലി ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയോ ഡെവലപ്പ് ഡ്യൂ ടു സ്പെസിഫിക് ഹസാർഡസ് ഏജൻറ്റ്സ് ഇൻ ദ വർക്ക് പ്ലേസ് ലൈക്ക് ഡസ്റ്റ്, കെമിക്കൽസ്, സിലിക്ക പാർട്ടിക്കിൾസ്, ആസ്ബസ്റ്റോസ്, ഫൈബേഴ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ബാക്ക് പെയിനും സ്ട്രെസ്, ഐ സ്ട്രെയിൻ ഒക്കെയാണ് വർക്ക് റിലേറ്റഡ് ഡിസീസ്. എന്നാൽ ഒക്കുപേഷനിൽ നിന്ന് കിട്ടുന്ന ഡിസീസ് എന്തൊക്കെയാണ്? സിലിക്കോസിസ്, ആസ്ബസ്റ്റോസിസ്, ലെഡിൻ്റെ പോയിസണിങ്, മെർക്കുറി പോയിസണിങ്, എക്സെട്ര. ഇതിനെ പ്രിവെൻറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ ലൈഫ് സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, വർക്കിന് ബ്രേക്ക് എടുത്താൽ മതി. എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് മെയ്ഡ് ഫോർ കംഫർട്ട്. ഓക്കെ, കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഫങ്ഷൻ ആസ് ഇൻറ്റൻറ്റഡ്. അപ്പം കംഫർട്ടായിട്ട് നമ്മൾ കംഫർട്ടബിളായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. വർക്ക് ബ്രേക്ക് എടുക്കണം ഇടയ്ക്ക് 20-20-20 റൂൾ ഉണ്ടല്ലോ. പിന്നെ വർക്ക് ലോഡ് ബാലൻസ് ചെയ്യണം. പ്രിവെൻഷൻ ഓഫ് ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് കൺട്രോൾ, അതിന് എഞ്ചിനീയറിംഗ് കൺട്രോൾസ് തന്നെ വേണം. പിന്നെ പ്രോപ്പർ PPE ഉപയോഗിക്കണം. എക്സ്പോഷർ മോണിറ്റർ ചെയ്യണം. MSDനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഇഞ്ചറി ഓഫ് മസിൽസ്, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ്. ഒരുത്തനും കൂടിയുണ്ട് ബോൺസ്, അല്ലേ? ബോൺസും ബോൺസും ടെൻഡൻസും ജോയിൻസും ലിഗമെൻസും. ഇവിടെ എല്ലാം ഇഞ്ചറി വന്നാൽ MSD. കോസ്ഡ് ബൈ റെപ്പറ്റേറ്റീവ് വർക്ക് സ്ട്രെയിൻ അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് വർക്ക് കാരണമാണ് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡർ ഉണ്ടാകുന്നത്. ലീഡ്സ് ടു ബാക്ക് പെയിൻ, റിസ്റ്റ് പെയിൻ, നെക്ക് പെയിൻ, ടെൻഡനൈറ്റിസ് എല്ലാം പറയാം, അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ.
ഇല്ല, ടോക്സിക്കോളജി എന്ന് പറഞ്ഞാൽ യെസ്, ടോക്സിക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് പോയിസൺസ്. ടോക്സിൻസിനെ കുറിച്ചും പറഞ്ഞാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ടോക്സിക് മെറ്റീരിയൽസ്. ഇറ്റ് എക്സാമിൻസ് ദ എഫക്ട്സ് ഓൺ ഓർഗൻസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് സെറ്റ് എക്സ്പോഷർ ലിമിറ്റ്. നമ്മൾ നേരത്തെ ലോങ് ആൻസറിൽ പറഞ്ഞതിൻ്റെ ഷോർട്ട് വേർഷനാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്? എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ്? It ensures the workers' health, it prevents workplace accidents from occurring, it conducts monitoring, conducts monitoring and proper training is given to the worker or individual. And that is it for module 1. Thank you.